മുൻ മാരാരിക്കുളം MLA അഡ്വക്കേറ്റ് PJ ഫ്രാൻസിസ് അന്തരിച്ചു. 88 വയസ്സായിരുന്നു. 1996 മാരാരിക്കുളത്ത് VS അച്യുതാനന്ദനെ തോൽപ്പിച്ചതിലൂടെയാണ് അദ്ദേഹം ശ്രദ്ധേയനാകുന്നത്. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്നാണ് അന്ത്യം. രഘുനാഥ് നാരായണൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രഘു, കേരള രാഷ്ട്രീയത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളിൽ ഒന്നാണ്. കാരണം ഇടതിലെ തന്നെ അത്രത്തോളം പ്രധാനപ്പെട്ട നേതാക്കളോട് എതിരെ നിന്ന് പൊരുതിയ തെരഞ്ഞെടുപ്പിൽ നിന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അങ്ങനെ ആ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ഒരു പേര് കൂടിയാണ് ശ്രീ PJ ഫ്രാൻസിസിൻ്റേത്. വിവരങ്ങൾ പറയൂ. പൂജ, കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ജെയിന്റ് കില്ലർ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന നേതാവാണ് ഫ്രാൻസിസ്. കാരണം 1996 തെരഞ്ഞെടുപ്പ് അച്യുതാനന്ദനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. ഒരു പക്ഷേ LDF അധികാരത്തിലെത്തിയാൽ VS അച്യുതാനന്ദൻ, അന്ന് ആ തെരഞ്ഞെടുപ്പിൽ LDF ആണ് അധികാരത്തിൽ വന്നത്. തെരഞ്ഞെടുപ്പിന് മുമ്പായി LDF അധികാരത്തിൽ വന്നാൽ VS അച്യുതാനന്ദൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകും തോൽക്കുകയും ചെയ്തു. ഫ്രാൻസിസോ കോൺഗ്രസും പോലും പ്രതീക്ഷിക്കാത്ത വിജയമായിരുന്നു അത്. അദ്ദേഹം കോൺഗ്രസോ ഫ്രാൻസിസോ ആ തെരഞ്ഞെടുപ്പിനെ അത്ര കാര്യമായി കണ്ടിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. പക്ഷേ തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ VS അച്യുതാനന്ദനെ അട്ടിമറിച്ചുകൊണ്ട് അദ്ദേഹം വിജയിക്കുകയാണ് ചെയ്തത്. പിന്നീട് കേരള അല്ലെങ്കിൽ CPM-ന്റെ വിഭാഗീയത ആളിക്കത്തിച്ചത് VS അച്യുതാനന്ദന്റെ മാരാരിക്കുളത്തെ പരാജയമായിരുന്നു. CK ഭാസ്കരൻ എന്തായാലും ആ രീതിയിൽ കേരളത്തിന്റെ ചരിത്രത്തിൽ, കേരളത്തിന്റെ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയ ഒരു പേര് കൂടിയാണ് PJ ഫ്രാൻസിസ്. മാരാരിക്കുളത്ത് VS അച്യുതാനന്ദനെ തോൽപ്പിച്ചത് അദ്ദേഹമായിരുന്നു. 1996 മുൻ മാരാരിക്കുളം MLA ആണ് അഡ്വക്കേറ്റ് PJ ഫ്രാൻസിസ് അന്തരിച്ചു. 88 വയസ്സായിരുന്നു.